സാധകർക്കും പ്രണാമം. ഹരിയോം നമോ നാരായണ. അധ ശുക്ലയജുർവേദീയ കാണ്വശാഖ ബൃഹദാരണ്യക ഉപനിഷത്ത് പ്രഥമകാണ്ഡം മധുകാണ്ഡം ദ്വിതീയ അധ്യായം ബ്രഹ്മവിദ്യാ പ്രകരണം തൃതീയ ബ്രാഹ്മണം മൂർത്താമൂർത്ത ബ്രാഹ്മണം ഷഷ്ടമന്ത്രം. തസ്യ ഹി ഏതസ്യ പുരുഷസ്യ രൂപം യഥാ മഹാരജനം വാസഃ യഥാ പാണ്ഡ്വാവികം യഥാ ഇന്ദ്രഗോപഃ യഥാ അഗ്ന്യർച്ചിഃ യഥാ പുണ്ഡരീകം യഥാ സകൃദ്വിദ്യുതം സകൃദ്വിദ്യുത് ഏവ ഹവാ അസ്യ ശ്രീഃ ഭവതി യ ഏവം വേദ അധാത ആദേശഃ നേതി നേതി നഹി ഏതസ്മാത് ഇതി ന ഇതി അന്യത് പരം അസ്തി അധ നാമധേയം സത്യസ്യ സത്യമിതി പ്രാണാവൈ സത്യം തേഷാം ഏഷ സത്യം. യാജ്ഞവൽക്യ മഹർഷിയെ നമസ്കരിച്ചുകൊണ്ട് മൂർത്താമൂർത്ത ബ്രാഹ്മണം നമുക്ക് തുടരാം. മൂർത്താമൂർത്ത ബ്രാഹ്മണത്തിൽ ഷഷ്ടമന്ത്രത്തിൻ്റെ പാതി വരെ അധ്യാരോപ പ്രക്രിയയിലൂടെ ഉപാസന പറഞ്ഞു തരികയായിരുന്നു യാജ്ഞവൽക്യ മഹർഷി. നമ്മൾ മധുകാണ്ഡത്തിലെ പ്രഥമ അധ്യായമായ ഉപാസനാ പ്രകരണങ്ങളൊക്കെ കണ്ടില്ലേ? അശ്വബ്രാഹ്മണം, അഗ്നി ബ്രാഹ്മണം, ഉദ്ഗീത ബ്രാഹ്മണം, പ്രാണ ഉപാസന ഇത്യാദികളെല്ലാം അധ്യാരോപമാണ്. പക്ഷെ നമ്മൾ അവിടെ എത്തിയപ്പോൾ എന്താണ് അധ്യാരോപം എന്നുള്ള ഡെഫിനിഷൻ ഒന്നും അവിടെ പഠിച്ചില്ല. തുടക്കത്തിലേ ഇതൊക്കെ പറഞ്ഞാൽ അറിഞ്ഞൂടാ. അതുകൊണ്ട് ഭാഷ്യത്തിൽ ഇവിടെ എത്തിയപ്പോഴാണ് മൂർത്താമൂർത്ത ബ്രാഹ്മണൻ നേതി നേതി എന്ന ഉപദേശം എത്തുമ്പോഴാണ് അധ്യാരോപ അപവാദം എന്ന ആ ടെർമിനോളജി, ആ പരിഭാഷ പറഞ്ഞു തരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ പഠിക്കാതിരുന്നത്. പക്ഷെ ഓർമ്മിക്കണം, ഉപാസനാ പ്രകരണം മുഴുവൻ അധ്യാരോപമായിരുന്നു. നമ്മളത് കണ്ടു. അതിനുശേഷം നമ്മൾ ഭാഷ്യത്തിലെത്തി. തൃതീയ ബ്രാഹ്മണത്തിൽ അവസാനം ഭാഷ്യമെത്തി. നമുക്ക് ഒരുമിച്ചൊന്ന് പാരായണം ചെയ്യാം. അത് അത്രയും പ്രാധാന്യമുള്ളത് കൊണ്ടാണ്. നഹി സൃഷ്ട്യാദി പ്രപഞ്ചം പ്രതിവിപാദീക്ഷിതഃ ന തത് സംബന്ധഃ കച്ചിത് പുരുഷാർത്ഥോ ദൃശ്യതേ ശ്രൂയതേവ. ഭഗവത്പാദരുടെ അടുത്ത് പൂർവപക്ഷികളായിക്കൊണ്ട് അന്ന് പ്രചാരത്തിലുണ്ടായിരുന്ന മതങ്ങൾ, അത് ബൗദ്ധമതം, സാങ്ക്യമതം ഇത്യാദി ആളുകൾ, ദ്വൈതമതങ്ങൾ, അവർ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് തർക്കിക്കാൻ വരികയാണ്. അങ്ങ് മറ്റുള്ള, കാരണം ബൃഹദാരണ്യം എത്തി, അവിടെയാണ് നേതി നേതി വരുന്നത്. ബാക്കിയുള്ള ഉപനിഷത്തുക്കൾക്കൊക്കെ ഭാഷ്യം എഴുതി കഴിഞ്ഞു. അതിലൊക്കെ ഇങ്ങനെയാണല്ലോ അങ്ങ് പറയുന്നത്. എന്തിനു വേണ്ടിയാണ് ഈ സൃഷ്ടിയെക്കുറിച്ചൊക്കെ ഇത്രയും വിസ്തരിച്ച് ഭാഷ്യം എഴുതിയത്? ഇതിനെയൊക്കെ അവസാനം ബൃഹദാരണ്യകം എത്തുമ്പോൾ നിഷേധിക്കാനാണെങ്കിൽ എന്തിനു വേണ്ടി ഇത്ര മെനക്കെട്ടു അല്ലേ? നിങ്ങളൊരു വ്യവസ്ഥയില്ലാത്തവരാണ്, നിലപാടില്ലാത്തവരാണെന്ന് പറഞ്ഞു ഈ സാങ്ക്യ ക്ഷണികവാദികളൊക്കെ തർക്കിക്കുകയായിരുന്നു. അത് നമ്മൾ കണ്ടു. അതിന് മറുപടിയായി അദ്ദേഹം പറയുന്നതാണ് നമ്മൾ കണ്ടത്. ബ്രഹ്മസൂത്രത്തിൽ എന്താ പറയുന്നത്? എങ്ങനെ ഒരു ജീവന് 4 ഘട്ടങ്ങളാണ്, അല്ലെങ്കിൽ 4 വിധ പുരുഷാർത്ഥങ്ങളെ കുറിച്ചാണ് ശാസ്ത്രത്തിൽ പറയുന്നത്. അല്ലെങ്കിൽ ഒരു ജീവൻ ഈ ലോകത്ത് നേടിയെടുക്കാൻ സാധിക്കുന്നത് ഒന്നെങ്കിൽ കാമപുരുഷാർത്ഥം, അല്ലെങ്കിൽ അർത്ഥപുരുഷാർത്ഥം, അല്ലെങ്കിൽ ധർമ്മപുരുഷാർത്ഥം, അല്ലെങ്കിൽ മോക്ഷം. ഇതിൽ അപ്പുറത്തായി 5ാമതൊന്നും നേടിയെടുക്കാൻ ആർക്കും സാധിക്കില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് ധർമ്മത്തോടു കൂടി നേടേണ്ടത് എന്ന് വേദത്തിൽ വിസ്തരിച്ച് പറയുന്നുണ്ട്. വേദത്തിൽ പറഞ്ഞില്ലെങ്കിൽ എങ്ങനെയാണ് ഒരാൾ ഇതൊക്കെ ധർമ്മത്തോടു കൂടി നേടുക? അല്ലാതെ നേടേണ്ടതൊക്കെ ഭൗതിക വിദ്യയിൽ പറയുന്നുണ്ട് അല്ലെ? ഭോഗങ്ങൾ, മറ്റുള്ള അധർമ്മത്തിലൂടെ നേടേണ്ടതൊക്കെ മറ്റ് പലയിടത്തും പറയുമായിരിക്കും. പക്ഷെ അതല്ല സനാതനധർമ്മത്തിൻ്റെ അടിത്തറ, ധർമ്മമാണ്. അതുകൊണ്ട് ധർമ്മത്തോടെ എങ്ങനെ നേടിയെടുക്കണം എന്ന് വേദമാണ്. ഋക്ക്, യജു, സാമ, അഥർവണ വേദങ്ങളിലാണ് അത് പ്രതിപാദിക്കുന്ന, അല്ലെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അത് പറഞ്ഞില്ലെങ്കിൽ എങ്ങനെ ഒരാൾ ഈ ധർമ്മത്തോടുകൂടി പുരുഷാർത്ഥങ്ങളെ നേടും? അതുകൊണ്ട് വേദത്തിൻ്റെ കടമയാണ് ഇത് ഉപദേശിക്കേണ്ടത്. ആ ഉപദേശം അധ്യാരോപത്തിലൂടെ പറ്റുകയുള്ളൂ അല്ലേ? സൃഷ്ടിയുണ്ട്, ഭഗവാനുണ്ട് അല്ലേ? ഭഗവാൻ ഓരോന്നിനെയും സൃഷ്ടിച്ചിട്ടുണ്ട്.
അല്ലേ? നീ ഇതൊക്കെ ഭഗവാൻ നോക്കിയിരിക്കുന്നുണ്ട്, നീ ചെയ്യുന്നതൊക്കെ സാക്ഷിയായിട്ട് കാണുന്നുണ്ട്, അല്ലേ? അന്ധക്കരണ ഉപഹിത ചൈതന്യ സാക്ഷി നമ്മൾ പഠിച്ച ആ നമ്മുടെ ഭഗവാൻ നമ്മുടെ അന്ധക്കരണത്തിൽ സാക്ഷിയായിരിക്കുകയാണ്, ഇതെല്ലാം കാണുകയാണ്. അതുകൊണ്ട് നീ അധർമ്മം ചെയ്യരുത്, ധർമ്മത്തിലൂടെ പോകണം, ഇത്യാദി ഇത്യാദി കാര്യങ്ങൾ എല്ലാം പറയുന്നത് വേദത്തിലാണ്. അപ്പം വേദം പറഞ്ഞില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഒരാൾ ധാർമ്മികമായി ജീവിക്കുക? അപ്പോൾ അത് സമൂഹത്തിനും അല്ലെ കുലത്തിനും രാഷ്ട്രത്തിനും ഒക്കെ അതുകൊണ്ട് പ്രയോജനമുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് അധ്യാരോപത്തിലൂടെയേ ധർമ്മവിചാരം സാധിക്കുകയുള്ളൂ. അതിനു വേണ്ടിയാണ് ശാസ്ത്രത്തിൽ അധ്യാരോപം പറഞ്ഞതെന്ന് നമ്മൾ ബ്രഹ്മസൂത്ര ഭാഷ്യം കണ്ടു. ഇനി നമുക്ക് അടുത്ത ഐത്തരേയ ഉപനിഷത്ത് ഭാഷ്യം വായിക്കാം. വിവസ്വേവ നിക്ഷിപ്യ വിരോധോത്ഭവ കാരണം തൈഹി സംരക്ഷിത സദ്ബുദ്ധി സുഖം നിർവാതി വേദവിത്. അപ്പൊ വീണ്ടും അവർ തർക്കിച്ചു. അങ്ങ് ഐത്തരേയത്തിൽ ഇത് തന്നെയാണല്ലോ പറയുന്നത്, വീണ്ടും ബ്രഹ്മസൂത്രത്തിൽ പറഞ്ഞു, വീണ്ടും മറ്റൊരു പലയിടത്തും എന്തിനാണ് ഈ ആവർത്തനം, എന്തിനാണ്? അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇത് ഐത്തരേയത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഈ ശ്രുതിയുടെ പ്രയോജനം യഥാർത്ഥത്തിൽ അധ്യാരോപമല്ല, അല്ലേ? സൃഷ്ടിയെക്കുറിച്ച് വർണ്ണിക്കലല്ല, ഉപാസനയെക്കുറിച്ച് അല്ല, കർമ്മകാണ്ഡമല്ല ശ്രുതിയുടെ മുഖ്യ താല്പര്യം. പക്ഷെ കർമ്മകാണ്ഡത്തിലൂടെ ഒരാളെ ആ അനുഷ്ഠാനത്തിലൂടെ ഉപാസനയിലൂടെ ഈശ്വരനുണ്ടെന്നുള്ള ദൃഢവിശ്വാസത്തിലൂടെ കൈപിടിച്ച് കൊണ്ടുവന്ന് മാത്രമേ ആ ദ്വൈത ബുദ്ധി മാറി അദ്വൈതയാകുവാൻ സാധിക്കുകയുള്ളൂ. കാരണം ഈ ജന്മവും നമ്മൾ കണ്ടും കേട്ടുന്നതും അത് തന്നെയായിരുന്നു, പൂർവജന്മത്തിലും ആ വാസനയായിട്ടാണ് വന്നത്. ആ ഞാൻ വേറെ ഈശ്വരൻ വേറെ എന്നുള്ള ദ്വൈത ബുദ്ധി മാറ്റിയെടുക്കണമെങ്കിൽ ഉപാസന വേണം, സാധന വേണം. ഈ സാധനയൊക്കെ ഉപാസനയൊക്കെ അധ്യാരോപമാണ്. അപ്പോൾ ഉപാസന ഇല്ലാതെ എങ്ങനെ ഒരാൾ നന്നാകും? ചിത്തശുദ്ധി വരും, അധികാരമുണ്ടാകും. അതുകൊണ്ട് ശ്രുതിയുടെ താല്പര്യം, മുഖ്യ താല്പര്യം അപവാദമാണ്. പക്ഷെ ഗൗണ താല്പര്യം അല്ലേ, ഇത് പറയാതെ, അധ്യാരോപം പറയാതെ അപവാദിക്കാൻ ആർക്കും സാധിക്കില്ല. അതുകൊണ്ടാണെന്ന് നമ്മൾ കണ്ടു. ഇനി ഭഗവത്പാദരോട് വീണ്ടും ചോദിക്കുമ്പോൾ അടുത്തത് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഋഗ്വേദം പറഞ്ഞു, ബ്രഹ്മസൂത്രം 4 വേദങ്ങളുടെയും സാരമായ ബ്രഹ്മസൂത്രം പറഞ്ഞു. ഇനി അദ്ദേഹം ഇവിടെയാണ് ചർച്ച. കാരണം നമ്മൾ ബൃഹദാരണ്യ ഉപനിഷത്ത് ശുക്ലയജുർവേദമാണല്ലോ, അല്ലേ? ഓം പൂർണ്ണമദ എന്നുള്ള ശാന്തി മന്ത്രം ശുക്ലയജുർവേദമാണ്. അപ്പം ഭഗവാൻ ഭാഷ്യകാരൻ പറയുകയാണ്, ഞാൻ ഇത് ശുക്ലയജുർവേദത്തിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇനിയും ഋഗ്വേദം തപ്പിപ്പോകണ്ട, അല്ലെങ്കിൽ നിങ്ങൾ ബ്രഹ്മസൂത്രം ഒന്നും തപ്പിപ്പോകണ്ട. നിങ്ങളിപ്പം ബൃഹദാരണ്യത്തിൽ വന്ന് നിങ്ങൾ ശുക്ലയജുർവേദത്തിൽ നിന്നുകൊണ്ടാണല്ലോ എന്നോട് തർക്കിക്കാൻ വരുന്നത് എന്ന് തൻ്റെ മുന്നിലിരിക്കുന്ന, ആ മനസ്സിൽ ആ ചിന്ത വേണം കേട്ടോ, തൻ്റെ മുന്നിലിരിക്കുന്നവരോട് പറയുകയാണ്. നിങ്ങൾ ശുക്ലയജുർവേദത്തിൽ നേതി എന്ന് ബൃഹദാരണ്യത്തിൽ മൂർത്താമൂർത്ത ബ്രാഹ്മണ എത്തിയപ്പോഴാണല്ലോ എന്നോട് തർക്കിക്കാൻ വരുന്നത്. അപ്പോൾ ഞാനിത് ഓൾറെഡി ശുക്ലയജുർവേദത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതാണ്, എല്ലാവരും എഴുതിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാനൊന്ന് വായിക്കാം. ഈശാവാസ്യ ഭാഷ്യം, ഈശാവാസ്യം ശുക്ലയജുർവേദം, അതിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ് അത്? ഉപോദ്ഘാത ഭാഷ്യത്തിലാണ്. ഉപോദ്ഘാതം എന്ന് വെച്ചാൽ ആമുഖം, തുടക്കത്തിൽ തന്നെ പറയുകയാണ്. കാരണം എന്താണ്? ഈശാവാസ്യം തുടങ്ങുന്നത് തന്നെ അധ്യാരോപമാണ്. ഓം ഈശാവാസ്യം ഇതകം സർവം, അല്ല എല്ലാവരും പറയണേ, ആ മന്ത്രം മറന്നു പോകല്. യത്കിഞ്ച ജഗത്യാം ജഗത് എന്ന് വെച്ചാൽ എന്താ? ഈശ്വരനാൽ ആച്ഛാദിക്കപ്പെട്ട് ഈശ്വരൻ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുകയാണ്. യത്കിഞ്ച ജഗത്യാം ജഗത്, ഈ ജഗത്തിൽ അതല്ലാതെ കിഞ്ചം അല്പം പോലും ഇല്ലെന്ന്, ഈശ്വരൻ വ്യാപിക്കാത്ത ഒരു സ്ഥലം, ഒരു അണു പോലും ഇല്ലെന്നാണ് ഈശാവാസ്യം തുടങ്ങുന്നത്. അതെന്താണ്? അധ്യാരോപമാണല്ലേ. അപ്പം ഞാനത് തുടക്കത്തിലേ പറഞ്ഞതാണ് ഈശാവാസ്യത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, ന ശാസ്ത്രവിഹിതം കിഞ്ചിത്, ന ശാസ്ത്രവിഹിതം കിഞ്ചിത് അകർത്തവ്യതാമീയാത്, അകർത്തവ്യതാമീയാത്
കോമ യഥാ ശാസ്ത്രവചനം പൂർണ്ണം ഏവ അത്യന്തമഹത്വപൂർണം ഏവ ന ശാസ്ത്രവിഹിതം കിഞ്ചിത് അകർത്തവ്യതാ മീയാത് യഥാ ശാസ്ത്രവചനം അത്യന്തം മഹത്വപൂർണം. അദ്ദേഹം പറയാൻ ഇനി അതിൻ്റെ പരിഭാഷ നിങ്ങൾ എഴുതിക്കോളൂ. ഭഗവാൻ ശങ്കരാചാര്യ സ്വാമികൾ പറയുകയാണ്, ന ശാസ്ത്രവിഹിതം കിഞ്ചിത് അകർത്തവ്യത മീയാത് കോമ യഥാ ശാസ്ത്രവചനം അത്യന്ത മഹത്വപൂർണം ഏവ. എഴുതിയവർ കൂടെ എൻ്റെ കൂടെ പറയൂ, വെറുതെ മിണ്ടാണ്ടിരിക്കണ്ട. യഥാ ശാസ്ത്രവചനം അത്യന്ത മഹത്വപൂർണം ഏവ വിരാമം. ഇനി അതിൻ്റെ മലയാളം എഴുതിക്കോളൂ. അദ്വൈത വേദാന്ത ശാസ്ത്രത്തിൽ, അതാണ് ശാസ്ത്രം എന്ന വാക്കിൻ്റെ അർത്ഥം, അല്ലാണ്ട് ഗണിതശാസ്ത്രവും ജീവശാസ്ത്രവും അല്ല. അദ്വൈത വേദാന്ത ശാസ്ത്രത്തിൽ വൃത്തിയായിട്ട് എഴുതണേ. ഇന്നലെ ആരൊക്കെയോ എനിക്ക് അയച്ചു തന്നു, ഞാനിങ്ങനെ ഭൂതക്കണ്ണാടി വെച്ച് നോക്കാം. കുറച്ച് വലിപ്പത്തിൽ വൃത്തിയായിട്ട് എഴുതുക. അദ്വൈത വേദാന്ത ശാസ്ത്രത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഓരോ വാക്യങ്ങളും അല്ലെങ്കിൽ ശ്രുതിയിൽ നിന്നും എഴുതാം കേട്ടോ. ശ്രുതി മാതാവ് പറയുന്ന ഓരോ വചനങ്ങളും അതിൻ്റെ മറ്റൊരു വേർഷൻ അല്ലേ. അദ്വൈത വേദാന്ത ശാസ്ത്രത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഓരോ വാക്യങ്ങളും അത് അധ്യാരോപവാക്യങ്ങളോ അപവാദവാക്യങ്ങളോ അപവാദവാക്യങ്ങളോ ഒന്നും തന്നെ വെറുതെ അല്ല. അതാണ് കിഞ്ചിത് എന്ന് വെച്ചാൽ അല്പം ഒരു കോമ പോലും, അതാണ് ഒന്നും തന്നെ വെറുതെ അല്ല. അതാണ് ശ്രുതി മാതാവ് പറയുന്ന ഓരോ വചനങ്ങളും എന്താണ്, അത് അധ്യാരോപ വചനം ആയിക്കോട്ടെ അപവാദ വചനമായി, അതൊന്നും തന്നെ വെറുതെ അല്ല. അതാണ് അത്രയും വാക്കിൻ്റെ അർത്ഥമാണ് ന ശാസ്ത്രവിഹിതം കിഞ്ചിത് അകർത്തവ്യതാമീയാത്. അകർത്തവ്യമായിട്ട്, അതായത് വെറുതെ വാചാരംഭണം, വെറുതെ പണിയൊന്നുമില്ല, എന്നാൽ ശരി വേദവ്യാസ മഹർഷിക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുക, മൂപ്പരതൊക്കെ എന്നാൽ ക്രോഡീകരിച്ച് 4 വേദങ്ങളാക്കിക്കോട്ടെ അല്ലേ. അങ്ങനെ വെറുങ്ങനെ ചെയ്തതായിട്ട് ഒന്നുമില്ലെന്ന്. ഓരോ വാക്യം തുടക്കം മുതൽ അല്ലേ. അപ്പം എങ്ങനെ ഋഗ്വേദം തുടങ്ങുന്ന അഗ്നിമീഡേ പുരോഹിതം യജ്ഞസ്യ ദേവഹിതം ഹോതാരം പറഞ്ഞാൽ തുടങ്ങുന്നേ. അത് മുതൽ അഗ്നിദേവതയുടെ ഉപാസന മുതൽ അവസാനം നേതി വരെയുള്ള എന്തൊക്കെയുണ്ടോ ഒരു കുത്തും കോമയും പോലും വേദത്തിൽ വെറുതെ ആയിട്ട് ശ്രുതി പറയുന്നില്ല എന്ന് പറയാം. അത് അധ്യാരോപമായിക്കോട്ടെ അപവാദം ആയിക്കോട്ടെ എന്ന് വെച്ചാൽ എന്താണ്, ഈശ്വരനുണ്ട്, ഭഗവാൻ ഇങ്ങനെ ക്രമമായി സൃഷ്ടി നടത്തി,
അതായിക്കോട്ടെ, അല്ലെങ്കിൽ ഉപാസനകളായിക്കോട്ടെ. നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകണോ? സ്വർഗകാമം യജേത് എന്ന് പറഞ്ഞ് ഉപാസനകൾ അത് വേണ്ട, സ്വർഗത്തിൽ എനിക്ക് പോകണ്ട, എനിക്ക് ഇവിടെ തന്നെ സുഖമായിരുന്നാൽ മതി, അതിനുള്ളത്. അല്ല, എനിക്ക് ധനമാണ് വേണ്ടത്. ശരി, ആയിക്കോട്ടെ, ധർമ്മത്തോടുകൂടി എങ്ങനെയാണ് ധനം അത് പറയുന്നു. ഇല്ല ഇല്ല, എനിക്ക് ഭോഗങ്ങളാണ് വേണ്ടത്. എങ്ങനെ ധർമ്മത്തോടുകൂടി ഭോഗം. അങ്ങനെ എല്ലാം, വർണ്ണങ്ങളായിക്കോട്ടെ, ആശ്രമങ്ങളായിക്കോട്ടെ, അല്ലേ, ഒരു ബ്രഹ്മചാരി എന്താ ചെയ്യേണ്ടത്, ഗൃഹസ്ഥൻ എന്താ ചെയ്യേണ്ടത്, എല്ലാം ഒരു ജീവൻ്റെ ഗർഭവാസം അതിനു മുമ്പ് പഞ്ചാഗ്നി വിദ്യ മുതൽ എങ്ങനെയാണ് ജീവൻ മാതാവിലെത്തുന്നത്, അത് കഴിഞ്ഞ് പുറത്ത് വന്നു കഴിഞ്ഞാൽ, അല്ലേ, എന്തൊക്കെ ആ ഷോഡശ ക്രിയകൾ മുഴുവൻ, എങ്ങനെ അന്ത്യേഷ്ടി വരെ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എല്ലാ കാര്യങ്ങളും വേദത്തിൽ പറയുന്നുണ്ട്. അതൊന്നും വെറുതെ അല്ല. അതാണ് പറയുന്നത്, എന്നാ ശാസ്ത്രവിഹിതം കിഞ്ചിത് അകർത്തവ്യത മിയാദ്. മിയാദ് എന്ന് വെച്ചാൽ വെറുതെ അല്ല, വെറുതെ അല്ല. എന്നിട്ട് പറയുന്നു, യഥാ ശാസ്ത്രവചനം അത്യന്തമഹത്വപൂർണം ഏവ. അതിൻ്റെ എഴുതിക്കോളൂ. അങ്ങനെയെങ്കിൽ, യഥാ അങ്ങനെയെങ്കിൽ ശാസ്ത്രവചനം, അങ്ങനെയെങ്കിൽ ശാസ്ത്രവചനങ്ങൾ, അതാണ് ശാസ്ത്രവചനങ്ങൾ എന്ന് വെച്ചാൽ ശ്രുതിവചനങ്ങൾ. അങ്ങനെയെങ്കിൽ ശാസ്ത്രവചനങ്ങൾ അപ്രമാണമായി മാറും. അതാണ്, അപ്രമാണമായി മാറും. അങ്ങനെയെങ്കിൽ ശാസ്ത്രവചനങ്ങൾ അപ്രമാണമായി മാറും. അതാണ് യഥാശാസ്ത്രവചനം അത്യന്ത മഹത്വപൂർവം. എന്തുകൊണ്ട് അതിപ്പോഴും അത്യന്ത മഹത്വമായിട്ട്, എന്തൊക്കെ വന്നോട്ടെ, അതിന് ച്യുതി സംഭവിക്കുന്നില്ല, അല്ലേ? അതിന് അവിടെ എവിടെയൊക്കെ എന്താ പറയുക, കൂടുതലും കുറവും ഉണ്ടായിരിക്കും, പക്ഷെ പൂർണ്ണനാശം ഒരിക്കലും സംഭവിക്കുന്നില്ല, അല്ലേ? അത് മുഗളന്മാരായിക്കോട്ടെ, ബ്രിട്ടീഷുകാരായിക്കോട്ടെ, അല്ലെങ്കിൽ ആരും ആയിക്കോട്ടെ, സാങ്ക്യരായിക്കോട്ടെ, യോഗരായിക്കോട്ടെ, ബൗദ്ധരായിക്കോട്ടെ, മഹായാന ബൗദ്ധരായിക്കോട്ടെ, ആരും വന്നോട്ടെ, എത്ര ആളുകൾ വന്നു, അല്ലേ? ടിപ്പു ഒക്കെ വന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്കൂളിൽ, എന്തൊക്കെ കാണിച്ചു കൂട്ടി. ഇപ്പോഴും പഠിക്കാണ്ടിരിക്കുന്നുണ്ട് ആളുകൾ. വേദം നശിച്ചു പോകുന്നുണ്ടോ? ഇല്ല. അതാണ്, അത് ഒരിക്കലും നാശം, അതാണ് അപ്രമാണമാകുമെന്ന് പറഞ്ഞാൽ എന്താണ്, അതിനെങ്ങനെ നാശം വരാനാണ്? കാരണം അത് സത്യമാണ്. ഭഗവാൻ നാരായണൻ ബ്രഹ്മാജിയിലൂടെ, പരമ്പരയിലൂടെ, അസ്മദാചാര്യനിലൂടെ പിന്നെയും തുടരും. നമ്മളൊക്കെ ഇന്നല്ലേ നാളെ പോകും, അത് കഴിഞ്ഞ് അടുത്ത തലമുറ. ചിന്മയാനന്ദ സ്വാമിജിയുടെ അടുത്ത് സാന്ദീപനി സാധനാലയം തുടങ്ങുന്ന സമയത്ത്, ബ്രഹ്മവിദ്യാപീഠം തുടങ്ങുന്ന സമയത്ത് ഒരുപാട് ആളുകൾ, അങ്ങ് എന്തിനാണ് ഇതൊക്കെ ചെയ്യണത്, നമുക്ക് വേറെ സ്കൂള് കോളേജ് അതൊക്കെ ചെയ്യാം, അതാകുമ്പോൾ എന്താണ്, പുതിയ തലമുറയ്ക്ക് ആകർഷണമാവുമല്ലോ, പുതിയ തലമുറ വരുമല്ലോ, അതല്ലേ നല്ലത്, ഇതൊക്കെ വെറുതെ ഡെഡ് ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്ന്, അതൊക്കെ വെറുതെ പൈസ വെറുതെ കൊണ്ട് വെള്ളത്തിൽ കലക്കുവാണെന്ന് പറഞ്ഞു. പുതിയ തലമുറ ആര് ശാസ്ത്രം പഠിക്കാൻ വരാനാണ്? ആര് അങ്ങേപ്പോലെ ഇങ്ങനെ സൈക്കിളിൽ മൈക്കും വെച്ച് ഇന്നയാൾ പ്രഭാഷണം നടത്തുന്നുണ്ട്, വരൂ എന്ന് ആര് പോയി ചെയ്യാനാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പേരുകൾ നിരുത്സാഹപ്പെടുത്തി. അപ്പോൾ ചിന്മയാനന്ദ സ്വാമിജി പറഞ്ഞതാണ് ഈ വാക്ക്. ഇത് എൻ്റെ ഗുരുവായ തപോവൻ സ്വാമിജി പറഞ്ഞിട്ടുണ്ട്, പരമഗുരുവായ ഭഗവത്പാദ ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞിട്ടുണ്ട്, ഇതിനൊരിക്കലും അപ്രമാണമാകില്ല, ഇതിനൊരിക്കലും നാശം വരില്ല. അതിൻ്റെ വരുന്ന ആളുകളുടെ എണ്ണം കൂടിയോ കുറഞ്ഞോ ഇരിക്കാം, പക്ഷെ ആളുകൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ശാസ്ത്രം പഠിക്കാൻ ഭാരതത്തിലെത്തും. അത് യോഗശാസ്ത്രമാകാം, വേദാന്ത ശാസ്ത്രമാകാം, അത് പലതും ആകാം, പക്ഷെ ശാസ്ത്രം പഠിക്കുവാൻ ഭാരതത്തിലെത്തുമെന്ന് പറഞ്ഞു. അത് തന്നെ 1000-ലധികം വർഷം മുമ്പ് ഭാഷ്യത്തിൽ പറഞ്ഞതാണ്. ഒരിക്കലും അതിന് നാശം വരില്ല. അപ്പം വേദം അധ്യാരോപത്തിലൂടെ പറഞ്ഞോട്ടെ, അപവാദത്തിലൂടെ പറഞ്ഞോട്ടെ, അതൊക്കെ ആവശ്യമുള്ളതാണ്.
സമൂഹത്തിന്, രാഷ്ട്രത്തിന്, വ്യക്തിക്ക്. അതുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. അല്ലാണ്ട് ഞാൻ പുതിയതായിട്ട് കണ്ടുപിടിച്ച് എൻ്റെ പുതിയൊരു കോൺട്രിബ്യൂഷൻ ഒന്നുമല്ല അധ്യാരോപ ബാബു. ഇത് വേദം ശ്രുതി മാതാവ് ഉണ്ടായ കാലം അനാദി, അതേ അന്ന് മുതലേ ഇതുള്ളതാണ് എന്ന് പറഞ്ഞ് ഈ കുതർക്കികളോടൊക്കെ, മൂർഖന്മാരിരിക്കുകയല്ലേ ഫ്രണ്ടിൽ, അവരോടൊക്കെ പറഞ്ഞ് പരിസമാപ്തം അദ്ദേഹം അവസാനിപ്പിക്കുകയാണ്. അത് എഴുതണ്ട, വെറുതെ കേട്ടാൽ മതിയേ. പരിസമാപ്തം കർമ്മ പരം തത് അപരം ബ്രഹ്മ വിഷയം വിജ്ഞാനേഹി. ഞാനിത് പരിസമാപ്തിക്കുകയാണ്. ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് മതിയായല്ലോ, കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സന്തോഷമായല്ലോ. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന് ചോദിക്കാം. അപരബ്രഹ്മ വിഷയത്തിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ, ചോദ്യങ്ങളും ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ അവർ പറഞ്ഞു ഇല്ല, ഒന്നുമില്ല. നമസ്തസ്തേ നമസ്തസ്തേ നമോ നമ എന്ന് പറഞ്ഞ് ഈ പൂർവപക്ഷികളൊക്കെ അവരുടെ തർക്കം അവസാനിപ്പിച്ച് അടങ്ങിപ്പോവുകയാണ്. അങ്ങനെ നമ്മുടെ ഭാഷ്യം അവിടെ അവസാനിക്കുകയാണ്. ഇനി നമ്മൾ മന്ത്രത്തിലേക്ക് മടങ്ങി വരാം. 6ാമത്തെ മന്ത്രം മൂർത്താമൂർത്ത ബ്രാഹ്മണത്തിൽ നമ്മൾ ശ്രീ ഭവതി യഥാ ഏവം വേദ അഥാത ആദേശം വരെ പഠിച്ചിരുന്നു. ആരാണോ ഈ വിധം അധ്യാരോപത്തിലൂടെ, ഉപാസനയിലൂടെ ആര് ഈ വിധം മൂർത്തമായും അമൂർത്തമായും ഉപാസിക്കുന്നുവോ അവർക്ക് എന്ത് ഫലം കിട്ടുമെന്ന് പറഞ്ഞു. ഇതാണ് എനിക്ക് പറയുവാനുള്ള ഉപദേശം എന്ന് പറഞ്ഞുകൊണ്ട് യാജ്ഞവൽക്യ മഹർഷി അധ്യാരോപ പ്രകരണം അവസാനിപ്പിച്ചു. ഇനിയും വരും കേട്ടോ. നമ്മൾ വിചാരിക്കരുത് ബൃഹദാരണ്യ ഉപനിഷത്തിൽ അധ്യാരോപം കഴിഞ്ഞു എന്ന്. ഒരിക്കലും ഇല്ല. ഇനി അടുത്ത കാണ്ഡത്തിലുണ്ട്, കിലകാണ്ഡത്തിലൊക്കെ വരുന്നുണ്ട്. ഇനി വരാൻ ഒരുപാട് സ്ഥലങ്ങളിലും വരുന്നുണ്ട്. കാരണം വീണ്ടും വീണ്ടും നമ്മളെ പാകപ്പെടുത്തുകയാണ് ചിത്തശുദ്ധിയിലൂടെ. അതിനുവേണ്ടി ഒരുപാട് സ്ഥലത്ത് വരുന്നുണ്ട്. അപ്പം ഇവിടെ ഈ മൂർത്താമൂർത്ത ബ്രാഹ്മണത്തിൽ അധ്യാരോപം അവസാനിപ്പിച്ചു. ഇതാണ് എനിക്ക് പറയാനുള്ള ആദേശം എന്ന് പറഞ്ഞ് ഇനി അടുത്തത് പറയുകയാണ് അപവാദ പ്രക്രിയ അല്ലേ. അധാത ആദേശ, അധാത ആദേശ. ഇനി ഞാൻ അടുത്ത ആദേശം തരാൻ പോവുകയാണ്. എന്നാ അടുത്ത ഉപദേശം. അപ്പം നമ്മുടെ മുന്നിൽ യാജ്ഞവൽക്യ മഹർഷി എന്ന മഹാഗുരു ഇരിക്കുന്നു. അദ്ദേഹം നമ്മളോട് പറയുകയാണ് അധ്യാരോപമൊക്കെ മനസ്സിലായല്ലോ അല്ലേ എന്ന് ചോദിച്ചിട്ട്, ശരി ഞാൻ നിങ്ങൾക്ക് അടുത്ത ആദേശം, അടുത്ത ഉപദേശം നൽകാം. അതാണ് എന്താണ്? നേതി നേതി, നമുക്കത് വായിക്കാവുന്ന. നേതി നേതി നഹി ഏതസ്മാത് ഇതി ന ഇതി അന്യത് പരം അസ്തി. അവിടെ വരെ. ഇനി ഞാൻ നിങ്ങൾക്ക് നേതി നേതി എന്ന ആദേശം, അതാത ആദേശം നേതി നേതി, ഞാൻ നിങ്ങൾക്ക് നേതി നേതി പഠിപ്പിച്ച അപവാദ പ്രക്രിയ പഠിപ്പിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് അപവാദത്തിലേക്ക് പോവുകയാണ്. നമുക്കിനി കുറച്ച് കാര്യങ്ങൾ എഴുതാനുണ്ട്, എഴുതിക്കോളൂ. ആദ്യം ഞാൻ സംസ്കൃതത്തിൽ പറയാം, എന്നിട്ട് നമുക്ക് അതിൻ്റെ പരിഭാഷ പഠിക്കാം. നേതിനേതി, എന്താണ് നേതിനേതി എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സംസ്കൃതം കേൾക്കുമ്പോഴേ മനസ്സിലാകും. അദ്വൈത വേദാന്തേ, എഴുതിക്കോളൂ. അദ്വൈത വേദാന്തേ ദ്വിവിധ, ദ്വിവിധ രണ്ട് തരം. അദ്വൈത വേദാന്തേ ദ്വിവിധ ഉപദേശവാക്യഃ, ഉപദേശവാക്യഃ ഭവതി, ഭവതി. അതാണ് ഹെഡിങ്. അദ്വൈത വേദാന്തേ ദ്വിവിധ ഉപദേശവാക്യഃ ഭവതി എന്ന് വെച്ചാൽ എന്താണ്? അദ്വൈത വേദാന്തേ എന്ന് വെച്ചാൽ അദ്വൈത വേദാന്തത്തിൽ അല്ലേ, അദ്വൈത വേദാന്തേ, അദ്വൈത വേദാന്തത്തിൽ ദ്വിവിധ എന്ന് വെച്ചാൽ രണ്ടു വിധം, ഉപദേശവാക്യഃ ഉപദേശവാക്യങ്ങൾ ഭവതി ഉണ്ട്. അദ്വൈത വേദാന്തേ ദ്വിവിധ ഉപദേശവാക്യഃ ഭവതി.
അദ്വൈത വേദാന്ത ശാസ്ത്രത്തിൽ 2 വിധ ഉപദേശങ്ങളാണ് അദ്വൈത വേദാന്ത ശാസ്ത്രം നമുക്ക് ഉപദേശിക്കുന്നത്. ഇനി നമ്പർ 1 ഒന്നെന്നിട്ടിട്ട് പ്രഥമ ഉപദേശം എന്താണ് എഴുതിക്കോളൂ. വിധിമുഖ ഉപദേശവാക്യം. വിധിമുഖ ഉപദേശവാക്യം. വീണ്ടും പറയുന്നു, പ്രാർത്ഥനയോടെ ഇരിക്കുക, ശ്രദ്ധയോടെ ഇരിക്കുക. യാജ്ഞവൽക്യ മഹർഷിയുടെ പാദങ്ങളിൽ തൊട്ട് താഴെയാണ് ഞാൻ ഇരിക്കുന്നത് എന്ന ഭാവത്തോടെ ഇരിക്കണം. കാരണം മറ്റു ഉപനിഷത്ത് പോലെയല്ല, സൂക്ഷ്മതയിൽ നിന്ന് സൂക്ഷ്മത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പം മനസ്സ് ഇവിടെ ഉപസ്ഥിതമാകണം, എങ്കിലേ ഇതൊക്കെ ഗ്രാഹ്യമാകൂ കേട്ടോ. ശ്രദ്ധയോടെ എഴുതുക. ഒന്നാമത്തെ പ്രഥമ ഉപദേശം വിധിമുഖ ഉപദേശവാക്യം. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതൊക്കെ, ഈ വാക്കുകൾ അറിയില്ലെന്നേ ഉള്ളൂ. വിധിമുഖ ഉപദേശവാക്യം. അതിൻ്റെ എക്സാമ്പിൾ എഴുതിക്കോളൂ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലാകും. വിധിമുഖ ഉപദേശവാക്യം ഉദാഹരണം തത്വമസി, സച്ചിദാനന്ദ ബ്രഹ്മ. ഒരുപാടുണ്ട്, കൂടുതലും 90% വിധിമുഖമാണ് അല്ലേ. അഹം ബ്രഹ്മാസ്മി, അയം ആത്മാ ബ്രഹ്മ ഇത്യാദി ഇത്യാദി വാക്യങ്ങളൊക്കെ അതാണ് ഇതെന്താണ് വിധിമുഖ ഉപദേശവാക്യം. അതായത് വിധി പറഞ്ഞു കൊടുക്കും, നീ ഇത് ചെയ്യണം, നീ തത്വമസി എന്ന് വെച്ചാൽ എന്താണ്? അല്ലയോ സേതയേതു സദൈവ സൗമ്യ ഇതമഗ്ര ആസീത് ഏകമേവ അദ്വിതീയം തത്വമസി ശ്വേതകേതു അല്ലേ. നീ അത് തന്നെയാകുന്നു ശ്വേതകേതു. വിധി ഉപദേശിക്കുകയാണ് എന്ന് പറയും. അല്ലാണ്ട് നമ്മൾ മലയാളത്തിൽ പറയുന്ന വിധിയല്ല, അയ്യോ ഇതെൻ്റെ വിധിയാണല്ല, ആ അർത്ഥമല്ല അല്ലേ. നീ അതാകുന്നു എന്ന് അല്ലേ. അപ്പം മറ്റ് നമ്മൾ തൈത്തിരീയത്തിൽ പഠിച്ചു സത്യം ജ്ഞാനമനന്തം ബ്രഹ്മ അല്ലേ. ബ്രഹ്മൻ സത്താകുന്നു, സത്താകുന്നു, ആനന്ദമാകുന്നു, അത് നീ തന്നെയാകുന്നു അല്ലേ. ഒരുപാട് സ്ഥലത്ത് കൈവല്യ ഉപനിഷത്തിൽ ഒക്കെ അല്ലേ, കേനോപനിഷത്ത് ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. അതൊക്കെയാണ് വിധിമുഖ ഉപദേശം. അത് ഒന്നാമത്തെ ഉപദേശം. ഇനി രണ്ടാമത്തെ എഴുതിക്കോളൂ. നിഷേധമുഖ ഉപദേശവാക്യം. നിഷേധിക്കുമല്ലേ നമ്മൾ, അത് നിഷേധമുഖ ഉപദേശവാക്യം. അതിന് എക്സാമ്പിൾ എഴുതിക്കോളൂ. നേതി ഒറ്റ ഒരു എക്സാമ്പിളേ ഉള്ളൂ. അപ്പം തന്നെ അത് മനസ്സിലായിക്ക്. അതിനെ നിഷേധിക്കുകയാണ്, ഇതൊന്നുമല്ല എന്ന് നിഷേധിക്കുകയാണ്. അപ്പം ഇങ്ങനെ 2 തരം ഉപദേശങ്ങളാണ്. അദ്വൈത വേദാന്തേ ദ്വിവിധ ഉപദേശ. 2 തരം ഉപദേശമേ ഉള്ളൂ ശാസ്ത്രത്തിൽ. അത് ഒന്നെങ്കിൽ വിധിമുഖമായിട്ട് ഉപദേശിക്കും, നീ അതാകുന്നു, സച്ചിദാനന്ദ ബ്രഹ്മൻ അല്ലേ, സർവത്തിലും വ്യാപിച്ചിരിക്കുന്നു ഇത്യാദി ഇത്യാദി വാക്യങ്ങൾ. പിന്നെ എന്താണ് രണ്ടാമത്തത്? നിഷേധമുഖ ഉപദേശം. ഗുരുനാഥൻ രണ്ടാമതായി ഉപദേശിക്കേണ്ട നിഷേധമുഖത്തിൽ ഉപദേശിക്കുക. അത് എല്ലായിടത്തും വരണമെന്നില്ല കേട്ടോ. കൂടുതലും ശാസ്ത്രത്തിൽ വിധിമുഖ വാക്യങ്ങളേ ഉള്ളൂ. നിഷേധമുഖ വാക്യങ്ങൾ വളരെ വിരളമാണ്. നമ്മൾ ബൃഹദാരണ്യത്തിൽ പഠിക്കും, പിന്നെ ബ്രഹ്മസൂത്രത്തിൽ പഠിക്കും, ഇനിയുള്ള പ്രസ്ഥാനത്രയങ്ങളിൽ പഠിക്കും. അത് ഇല്ല. അപ്പം മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ നിഷേധമുഖത്തിന് കഠോപനിഷത്തിലുണ്ട്. നജായതേ മ്രിയതേ, ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേ ആ മന്ത്രം, ഭഗവത്ഗീതയിലുള്ളത്. അതൊക്കെ നിഷേധമുഖമാണ്. ജനിച്ചിട്ടില്ല, മരിച്ചിട്ടില്ല അല്ലേ. നായം കുതശ്ചിന്ന ബഭൂവ കച്ചിത് അല്ലേ. അതൊക്കെ നിഷേധം. എന്ന് പറയുകയാണ്, ഇതൊന്നുമില്ല എന്നുള്ള സ്ഥലങ്ങൾ. അത് വിരളമാണ്. അപ്പം ഇങ്ങനെ 2 തരം ഉപദേശങ്ങളാണ്. നമുക്ക് ഒരിക്കൽ പറയാം. ഒന്ന് വിധിമുഖ ഉപദേശവാക്യം, 2 നിഷേധം. ഈ 2 തരത്തിലാണ് ശാസ്ത്രം ഉപദേശം നൽകുന്നത് എന്ന് പറഞ്ഞു. അപ്പം ഇവിടെ ഏതായിരിക്കും? അപ്പോൾ ഇനി നമുക്ക് നേതിയിലേക്ക് വരാം. നേതി അപ്പം എന്തായിരിക്കും? നിഷേധമുഖ ഉപദേശവാക്യമാണത്. യാജ്ഞവൽക്യ മഹർഷി നമ്മൾക്ക്
നിഷേധമുഖമായ ഉപദേശം നൽകുകയാണ് നേതി നേതി എന്ന വാക്യത്തിലൂടെ. ഇനി വേണ്ടവർ എഴുതിക്കോളൂ, ഇതിന് മറ്റൊരു പേരും കൂടെയുണ്ട്. ഇതൊന്നും പറയാണ്ട് പോയാൽ ഇനി നമുക്ക് പഠിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് പറഞ്ഞു പോവുകയാണ്. താല്പര്യമുള്ളവർ എഴുതിയെടുക്കൂ. നേതി നേതിക്ക് മറ്റൊരു വാക്കുണ്ട്, ശബ്ദപ്രവൃത്ത നിമിത്താനി. ശബ്ദ പ്രവൃത്ത നിമിത്താനി, അതായത് വാക്കിനപ്പുറത്താണ് ഞാൻ ഇത്രയും കാലം വർണ്ണിച്ചിരിക്കുന്ന പരമാത്മാവ്. എൻ്റെ വാക്കുകൊണ്ട് പറയാൻ പറ്റൂല. അതാണ് നേതി നേതി എന്ന് പറയുകയാണ്. അതാണ് ശബ്ദപ്രവൃത്ത നിമിത്താനി, ശബ്ദങ്ങൾക്കൊക്കെ അപ്പുറത്താണ് എന്ന് പറയുകയാണ്. അതുകൊണ്ടാണ് അതിനെ വിളിക്കുന്ന പേര് ശബ്ദ പ്രവൃത്ത നിമിത്താനി. നിഷേധമുഖ ഉപദേശങ്ങളൊക്കെ ശബ്ദപ്രവൃത്ത നിമിത്താനി. നമുക്ക് ശബ്ദം കൊണ്ട് വർണ്ണിക്കാൻ സാധിക്കില്ല അല്ലേ? പരമാത്മാവ് എങ്ങനെ നമുക്ക് ശബ്ദം കൊണ്ട് വർണ്ണിക്കാൻ സാധിക്കും? നമ്മൾ പലയിടത്തും പഠിച്ചിട്ടുണ്ട്. ഇനി അതിന് ഉദാഹരണം പറയാം, എഴുതിക്കോളൂ. റെഫറൻസ് തൈത്തരീയ ഉപനിഷത്ത് 2.49, 4-ാം അനുവാകം 9-ാം അനുവാകവും. തൈത്തരീയ ഉപനിഷത്ത് 2-ാം അധ്യായം 4-ാം അനുവാകം 9. യതോ വാചോ നിവർത്തന്തെ അപ്രാപ്യ മനസാ സഹ, അല്ലേ? അതായത് യതോ വാചോ നിവർത്തന്തെ, എവിടെ വാക്കുകളൊക്കെ അവസാനിപ്പിക്കും. നമ്മുടെ ഈ കോലാഹലങ്ങളൊക്കെ എവിടെ അവസാനിപ്പിക്കുവോ, അല്ലേ? നമ്മൾ ശാന്തമായി അപ്പോഴെന്താണ് പരമാത്മജ്ഞാനം നമുക്ക് നിർവേദമാകുമെന്ന് പറയും. വാക്കിനപ്പുറത്താണ്. അപ്രാപ്യ മനസാസഹ, അല്ലേ? പക്ഷെ മനസ്സ് ഇതൊക്കെ വേണം, എല്ലാം വേണം. പക്ഷെ നമ്മൾ അവസാനം വാക്കിനും ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും ബുദ്ധിക്കും ഒക്കെ അപ്പുറത്താണ് പരമാത്മാവ്. അതിൽ പരിമിതമായി എനിക്ക് മനസ്സുകൊണ്ട് അറിയാൻ സാധിക്കും, കണ്ണുകൊണ്ട് ഈശ്വരനെ കണ്ടാൽ മാത്രമേ ഞാൻ വിശ്വസിക്കൂ. അങ്ങനെയായ പരിമിതിയിലേക്ക് പോകരുതേ, അതിനെയൊക്കെ നിഷേധിക്കൂ. അതാണ് നമ്മൾ കണ്ടത്. അത് നേതി നേതിയാണ്. പിന്നെ എഴുതിക്കോളൂ, ചാന്തോക്യ ഉപനിഷത്ത് സാമവേദം 6.1-4, 6-ാം അധ്യായം 1-ാം ഖണ്ഡവും 4-ാം ഖണ്ഡം. സമയം കിട്ടുമ്പോൾ ഇതൊക്കെ എടുത്ത് നോക്കണേ, നമ്പർ മാത്രം ഇട്ടു പോകരുത്. ഞാൻ പറയുന്നൊക്കെ ശരിയാണോ ഇല്ലെങ്കിൽ നിങ്ങൾ പൂർവപക്ഷിയാകണം അല്ലേ? ചോദിക്കണം. ചോദ്യമുള്ളിടത്ത് മനനം ഉണ്ടാവുകയുള്ളൂ. അതിനു വേണ്ടിയാണ്. 6.1-4, 6-ാം അധ്യായം ശ്വേതകേതു വിദ്യ, അല്ലേ? അതായത് നമ്മൾ 3 ഉദാഹരണങ്ങൾ പഠിച്ചത്. വാചാരംഭണം വികാരോ നാമധേയം മൃത്യുകേത്യേവ സത്യം എന്ന് പറഞ്ഞു. വാചാരംഭണം വികാരോ നാമധേയം ത്രീണി രൂപാണി ഇത്യേവ സത്യം എന്ന് പറഞ്ഞ് നമ്മൾ 1-ാം ഖണ്ഡത്തിലും 4-ാം ഖണ്ഡത്തിലും പഠിച്ചതാണ്. അതായത് ഇതൊക്കെ വാചാരംഭണമാണെന്ന്, ഇതൊക്കെ വാക്കുകൊണ്ടുള്ള വെറും എക്സസൈസ് ആണെന്ന് ഉദ്ദാലക മഹർഷി ശ്വേതകേതുവിന് ഉപദേശിക്കുകയാണ്. നമ്മൾ വാക്കുകൊണ്ട് പറയുന്നതിനും അപ്പുറത്താണ് ഈശ്വരൻ, പരമാത്മാവ്, അല്ലേ? നമ്മുടെ വാക്കിന് പരിധിയുണ്ട്. എന്തൊക്കെ വർണ്ണിക്കും നമ്മൾ, അല്ലേ? എന്തൊക്കെ രീതിയിൽ നല്ല ഈണത്തിൽ നമുക്ക് വർണ്ണിക്കാം ഭഗവാനെ. പക്ഷെ ആ വർണ്ണനകളിൽ ഒതുങ്ങുന്നയാളാണോ ഭഗവാൻ? അല്ല. നമുക്ക് വർണ്ണിക്കാൻ ഒരു പരിധിയുണ്ട്. പക്ഷെ നമ്മുടെ വർണ്ണനയ്ക്കും അപ്പുറത്താണ് പരമാത്മാവ്. അതാണ് വാചാരംഭണം എന്ന് പറയുന്നത്. അത് ചാന്തോക്യം. അത് നേതി നേതിയാണ്. ഇതൊക്കെ വെറും ശബ്ദകോലാഹലമാണ്, അല്ലേ? ശബ്ദജാലം മഹാരണ്യം ചിത്തഭ്രമണ കാരണം, വിവേക ചൂടാമണി. ഇനി ഒന്നുകൂടി ഉണ്ട്, എഴുതിക്കോളൂ. കേനോപനിഷത്ത് 1:4, കേനോപനിഷത്ത് 1-ാം ഖണ്ഡം 4-ാം മന്ത്രം. അതിപ്പോൾ എല്ലാവരും നമ്മൾ ചൊല്ലുന്നതുകൊണ്ട് എല്ലാവർക്കും അറിയായിരിക്കും. ഒരുമിച്ച് ചൊല്ലാം. യദ് വാച അനഭ്യുദ്ധിതം ഏന വാക് അഭ്യുദ്ധതേ
തഥേവ ബ്രഹ്മത്വം വിദ്ധി നേദം യതിദമുപാസതേ. അല്ലേ, വാക്കുകൊണ്ട് പറയാവുന്നതല്ല. യദ്വാച അനഭ്യുദ്ധിതം. അല്ലേ, വാക്കിനും അപ്പുറത്താണ്. അപ്പം നമ്മൾ അതിനെയൊക്കെ നിഷേധിക്കണം. വാക്കുകൊണ്ട് പറയുന്നതല്ല പരമാത്മാവ്. നമ്മൾക്ക് വർണ്ണിക്കാൻ സാധിക്കുന്നതല്ല ബ്രഹ്മലക്ഷണങ്ങൾ. പക്ഷെ മനസ്സിലാകാൻ വേണ്ടി നമ്മുടെ മനസ്സ് ഈ വാക്കുകളിൽ ആദ്യം സാധന തുടരട്ടെ. അതിനു വേണ്ടിയാണ് മഹർഷിമാർ നിർഗുണൻ, നിരാകാരൻ, അജം, നിത്യം, ശാശ്വതം ഇത്യാദി ഇത്യാദി ലക്ഷണങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അതിനും അപ്പുറത്താണ്. ഇപ്പം ഏതൊക്കെയാണ്? തൈത്തിരീയം 2.49, ചാന്തോക്യം 6.14, കേനോപനിഷത്ത് സാമവേദമാണ് കേട്ടോ 1.4. ഇതാണ് നേതി എന്ന ഉപദേശം കൊടുത്തിട്ട് ഇപ്പം ന ഇതി കണ്ടോ. ഇനി നമുക്ക് നേതിയിലേക്ക് പോകാവേ. ന ഇതി 2 തവണയുണ്ടല്ലേ. പിന്നെ അത് ന ഇതി ഇതല്ല, ന ഇതി ഇതല്ല. എന്തിനാണ് ആവർത്തിക്കുന്നത്? യാജ്ഞവൽക്യ മഹർഷി എന്തിനാണ് നമ്മളോട് 2 തവണ പറയുന്നത്? ഇതല്ല, വാക്കിനപ്പുറത്താണ്. വാക്കിനപ്പുറത്താണെന്ന് പറഞ്ഞിട്ട് വീണ്ടും വാക്കുകൊണ്ട് എന്തിനു പറയുന്നു? ശ്രദ്ധിക്കണേ, സൂക്ഷ്മമാണേ, ശ്രദ്ധിക്കുക ദയവായി. യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞു ശബ്ദപ്രവൃത്ത നിമിത്താനി, അതായത് വാക്കിനപ്പുറത്താണ്. പിന്നെ എന്തിനാണ് വാക്കുകൊണ്ട് രണ്ടാമത് റിപ്പീറ്റ് ചെയ്യുന്നത്? 1 തവണ പറഞ്ഞാൽ പോരെ, നേതി ഇതല്ല അല്ലേ, ഇതൊന്നും ശാശ്വതമല്ല എന്ന് ഒരിക്കൽ പറഞ്ഞാൽ പോരെ. എന്നിട്ട് വീണ്ടും എന്തിനാ പറയുന്നത്? 2 തവണ. അതിനുള്ള കാരണം എഴുതിക്കോളൂ, വേണ്ടവർ എഴുതിക്കോളൂ. സൂക്ഷ്മമായി മനനം ചെയ്യുവാൻ താല്പര്യമുള്ളവർ. കാരണം നമുക്കറിയില്ലല്ലോ, ചിലവർക്ക് ഇതൊക്കെ ഇത് സൂക്ഷ്മമാണ്, ഇനി സൂക്ഷ്മതയിലേക്ക് പോകുമ്പോൾ അങ്ങനെ ഒരു ഭ്രമം ഉണ്ടാകരുത്. അതിനുവേണ്ടിയാണ് പറയണത് കേട്ടോ. അല്ലാണ്ട് എല്ലാവരും ഉത്തമ അധികാരികൾ തന്നെയാണ്. അതിനുള്ള കാരണം എഴുതിക്കോളൂ. യത് അധ്യാരോപിതം തത് നിഷേധഃ. യത്തത് അധ്യാരോപിതഃ തത്തത് നിഷേധഃ എന്ന് വെച്ചാൽ എന്താണ്? എന്തിനെയൊക്കെ അതാണ് യത്. എന്തെല്ലാമാണോ അധ്യാരോപം ചെയ്തത്, എന്തെല്ലാമാണോ നമ്മൾ അതിൻ്റെ അകത്ത് എല്ലാം ചേർക്കണം അല്ലേ. ധനം, ധാന്യം, സന്യാസം, വാനപ്രസ്ഥം, ഗാർഹസ്ഥ്യം, എന്തൊക്കെയാണോ അധ്യാരോപം ചെയ്തത് അതെല്ലാം അല്ലേ. അമ്മ, അച്ഛൻ, മകള്, മകന്, എന്തെല്ലാം ഞാൻ അധ്യാരോപം, അതല്ല. അതാണ് യത്. എന്തെല്ലാമാണോ അധ്യാരോപിതം എന്ന് വെച്ചാൽ എന്താണ്? അധ്യാരോപം ചെയ്തത്, ആരോപിച്ചത്. തത് നിഷേധ്യതേ എന്നാണ്. തത് നിഷേധ്യതേ, നിഷേധ്യതേ. അതിനെയെല്ലാം അതിനെയല്ല 2 തവണ പറയുക. തത് അതിനെയെല്ലാം നിഷേധ്യതേ എന്ന് വെച്ചാൽ നിഷേധിക്ക വേണം. അതിനു വേണ്ടിയാണ് 2 തവണ പറയുന്നത്. കാരണം 1 തവണ പറഞ്ഞാൽ നമ്മൾ എളുപ്പമല്ല നിഷേധിക്കാനായിട്ട് അല്ലേ. നമ്മൾ എങ്ങനെ ഇത് നിഷേധിക്കാം? ഇനി ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് വ്യവഹാരം തുടങ്ങുകയാണ് അല്ലേ. ഇപ്പം തന്നെ നമ്മൾ വ്യവഹാരത്തിലായിരിക്കുന്നത്. എനിക്ക് വിശക്കാൻ തുടങ്ങി അല്ലേ, അല്ലെങ്കിൽ മുട്ടുവേദന എടുക്കാൻ തുടങ്ങി. അതൊക്കെ എന്താണ്? അധ്യാരോപമാണ്. ഇതൊക്കെ ഞാനുണ്ട്, എൻ്റെ ശരീരമുണ്ട്, ശരീരത്തിന് വേദന എടുക്കുന്നു അല്ലെ, കഴുത്ത് വേദന എടുക്കുന്നു,
കാലുവേദന എടുക്കുന്നു. ഇതൊക്കെ ശരീരം ഇങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുക സദാസമയം. അല്ലേ? വിശപ്പ്, ദാഹം, സുഖം, ദുഃഖം, ഇതൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ശരീരം. അപ്പം ഞാൻ എങ്ങനെ ഇതിനെ നിഷേധിക്കും? എളുപ്പമല്ല. അതുകൊണ്ട് പറയുകയാണ്, ആവർത്തിച്ച് ഇത് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇതൊന്നും ശാശ്വതമല്ല. മുട്ടുവേദന ശാശ്വതമല്ല, വിശപ്പ് ശാശ്വതമല്ല. പറയാൻ എളുപ്പമാണ്, പക്ഷെ ഇത് കൊണ്ടുവരിക എന്നത് പ്രയാസകരമാണ്. അതുകൊണ്ടാണ് ആവർത്തനം. അല്ലേ? ന ഇതിന്ന് ആവർത്തിക്കുന്നത് അതിന് കാരണം ഇതാണ്. ഇനിയും ഈ രണ്ടാമത്തെ ശബ്ദമില്ലേ, ന ഇതി എന്ന് വെച്ചാൽ ഇത് ശാശ്വതമല്ല. ഇനി രണ്ടാമത് റിപ്പീറ്റ് ചെയ്തില്ലേ, ന ഇതി, അതിന് ടെക്നിക്കലി ഒരു വാക്ക് പറയും, വീപ്സാ ശബ്ദം എന്ന്. വീപ്സാ ശബ്ദം എന്ന് പറയും. എന്ന് വെച്ചാൽ റിപ്പീറ്റഡ് വേർഡ്. വീപ്സാ ശബ്ദം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? വീപ്സാ ശബ്ദം. വീപ്സ വി ആണ് കേട്ടോ, വാചാരംഭണത്തിൻ്റെ വീപ്സ. വീപ്സ ശബ്ദം എന്ന് പറയും. എന്ന് വെച്ചാൽ റിപ്പിറ്റേഷൻ അല്ല, റിപ്പീറ്റഡ് വേർഡ്. ആവർത്തന ഉപദേശം. അപ്പോൾ യാജ്ഞവൽക്യ മഹർഷി ഒരിക്കൽ പറഞ്ഞു, രണ്ടാമത് ആവർത്തിക്കുകയാണ്. എന്തിനു വേണ്ടി? വീപ്സാ ശബ്ദം ഉപയോഗിച്ചു, ആവർത്തനം ഉപദേശിച്ചു. നമ്മളിലൊക്കെ അത്രയും ജന്മങ്ങളുടെ വാസനയാണ് കെട്ടിക്കിടക്കുന്നത്. അത് ഒരു ദിവസം കൊണ്ട് കഴുകിയാലൊന്നും പോവില്ല. ആവർത്തിച്ച് സാധന ചെയ്തോളൂ. ആ ഓർമ്മപ്പെടുത്തലാണ് ന ഇതി. ശ്രദ്ധിക്കണേ, നമ്മുടെ ഉള്ളിൽ അനേക ജന്മങ്ങളുടെ വാസനയുണ്ട്, അല്ലെ? ദ്വൈത ബുദ്ധിയുണ്ട്. അത് ഒരു തവണയൊന്നും കേട്ടാൽ പോവില്ല. അതിന് ശ്വേതകേതു 9 തവണ കേട്ടു. നമ്മൾ 10 മാസം ചാന്തോഗ്യം പഠിച്ചു. കഴിഞ്ഞ ആഴ്ച ചോദിച്ചപ്പോൾ ആർക്കും അറിയില്ല. അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ മനുഷ്യൻ്റെ സഹജമായ സ്വഭാവം അതാണ്, മറവി എന്നത്. അപ്പം ആ ന്യൂനതയുള്ള നമ്മളോടാണ് നേതി എന്ന് പറയുന്നത്. എന്തിനു വേണ്ടി? യാജ്ഞവൽക്യ മഹർഷിക്ക് അറിയാം നമ്മുടെ ന്യൂനതകൾ. അതുകൊണ്ട് നമ്മളോട് അദ്ദേഹത്തിൻ്റെ വാത്സല്യം മുഴുവൻ എടുത്തുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ ദയവായി സാധന ചെയ്യണം, ആവർത്തിച്ച് ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ ഉപദേശം ആവർത്തിക്കുന്നത്. ഇത് തന്നെയാണ് ഭഗവാൻ ശങ്കരാചാര്യ സ്വാമിയും പറഞ്ഞത്. ഒരു വാക്ക് പോലും വെറുതെ അല്ല. അല്ലേ? ഈശാവാസ്യം നമ്മൾ കണ്ടില്ലേ? ഒരു കുത്തും കോമ പോലും വെറുതെ അല്ല. അപ്പം നമുക്ക് തോന്നാം, എന്തിനാ ഇത് റിപ്പീറ്റ് ചെയ്തെന്ന്. ഒരു ട്യൂണിലങ്ങ് ചൊല്ല. അപ്പോൾ യാജ്ഞവൽക്യ മഹർഷിക്ക് വേറെ വാക്കൊന്നും കിട്ടിയില്ല. അപ്പോൾ എന്താ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അദ്ദേഹം ഒന്നും കൂടെ നേതി എന്നങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെയല്ല, അദ്ദേഹത്തിന് ഒരു ലക്ഷ്യമുണ്ട്. എന്താണ്? നമ്മൾ സാധന ആവർത്തിക്ക വേണം, തുടര വേണം. അതിനു വേണ്ടിയാണ് ആവർത്തിച്ചത്, അല്ലേ? നഹി, നമുക്കിതൊന്ന് തീർക്കാം, എന്നിട്ട് ഇന്നത്തേന് പിരിയാം. മൈത്രേയി കാത്തിരിക്കുകയാണ് നമ്മളെ. ന ഹി ഏതസ്മാത്, നേതി ന ഹി ഏതസ്മാത് ഇതി ന ഇതി അന്യത് പരമസ്തി. അതിൻ്റെ അർത്ഥം, നേതി എന്ന നിഷേധമുഖ ഉപദേശത്തിനേക്കാൾ കൂടുതലായി, പരമായി, ശ്രേഷ്ഠമായ ഒരു ഉപദേശം എനിക്ക് പറയാനില്ല. അദ്ദേഹത്തിൻ്റെ ആ അനുകമ്പ നോക്കൂ നമ്മളോട്, ആ വാത്സല്യ, ശിഷ്യനോടുള്ള വാത്സല്യം നോക്കൂ. എനിക്ക് ഇതിൽ കൂടുതൽ നിങ്ങളോടൊന്നും പറയാനില്ല. ഇതാണ് എൻ്റെ അവസാന ആദേശം എന്ന്. അങ്ങനെയൊക്കെ അവസാനിപ്പിക്കുക. എന്നിട്ട് മൂപ്പര് തന്നെ ഇനിയും പറയും, സാരമില്ല, വിഷമിക്കേണ്ട, നിങ്ങൾക്ക് പിടി കിട്ടുന്നില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ വീണ്ടും നിങ്ങളെ ശരിയാക്കിയെടുക്കാം. അതിന് വീണ്ടും ഉപാസന പറയും. വിഷമിക്കേണ്ടെന്ന് ഒരുപാട് ഇനി നമ്മൾ കാണും. അതൊക്കെ നമ്മൾ യാജ്ഞവൽക്യ മഹർഷിയുടെ പാദങ്ങളിൽ ദീർഘദണ്ഡ നമസ്കാരം ചെയ്യും. അത്രയും അദ്ദേഹം നമ്മുടെ തലത്തിലേക്ക് ഇറങ്ങി വന്ന് പഠിപ്പിക്കും. അപ്പോൾ ഇത് പറയുകയാണ്, നേതി എന്ന
നിഷേധമുഖ ഉപദേശം എന്നതിനേക്കാളും പരം, അന്യപരം, അതിലും ശ്രേഷ്ഠമായ, അന്യമായ, അതിലും മഹത്വായ ഒരു ഉപദേശവും എനിക്ക് തരാൻ എനിക്ക് തരാനില്ല. എൻ്റെ കയ്യിലെ സ്റ്റോക്കൊക്കെ തീർന്നു. ആരാണോ ഈ വിധം ഞാൻ പറഞ്ഞ പോലെ ആവർത്തിച്ച് ഉപാസന ചെയ്ത്, അല്ലേ, ഞാൻ അച്ഛനാണ്, അമ്മയാണ്, മകളാണ്, മകനാണ്, അതിനും അപ്പുറം ഞാൻ യാജ്ഞവൽക്യ മഹർഷിയുടെ ശിഷ്യനാണ് എന്ന ഭാവമാർക്കുണ്ടോ അവർക്ക് ഞാൻ പറഞ്ഞ ഉപദേശം ഗ്രാഹ്യമാകും. അതിൽ കൂടുതൽ ഒരു ഉപദേശം എനിക്ക് നൽകാനില്ല. ആര് ഈ വിധം സാധന ചെയ്യുന്നു, ഈ ഉപദേശത്തെ മനസ്സിലാക്കി സാധന നിഷ്ഠയോടെ, എങ്ങനെ നിഷ്ഠയോടെ തുടരുന്നുവോ അവർക്കെന്താണ്? അഥാ നാമധേയം. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ ഒരു നാമധേയം, ബ്രഹ്മലക്ഷണം പറഞ്ഞല്ലോ അജാതശത്രു ഗാർഗ്യൻ്റെ അടുത്ത്. ആ വേദവാക്യത്തെ അല്ലെങ്കിൽ ആ ഉപദേശത്തെ, ആ ഉപദേശം എന്നിട്ട് അദ്ദേഹം വീണ്ടും ആവർത്തിക്കുകയാണ്. നിങ്ങൾ മറന്നുപോയോ ഗാർഗ്യനെ, ഈ അജാതശത്രുവിനെ? മറന്നെങ്കിൽ വിഷമിക്കേണ്ട, അവർ ഉപദേശിച്ചു ഇതാണ് സത്യം, അല്ലേ? നമ്മൾ എന്തിനാ ഈ 2-3 ബ്രാഹ്മണം പഠിച്ചത്? അജാതശത്രു ഗാർഗ്യൻ ഉപദേശിച്ചത് നമ്മൾക്ക് മനസ്സിലാകാത്തവർക്ക് വേണ്ടിയാണ്. അപ്പോൾ അദ്ദേഹം പറയാണ്, ഞാൻ പറഞ്ഞ ആ നിത്യബ്രഹ്മൻ, ആ നാമധേയം, ആ പരമാത്മ ലക്ഷണം സത്യസ്യ സത്യം, അല്ലേ? സത്യം നമ്മൾ കണ്ടിരുന്നു. എന്താണ്? ഒരു കാലത്തും നശിക്കാത്ത, അല്ലേ? കാലത്രയേ അഭിതിഷ്ഠതി ഇതി സത്യം. 3 കാലത്തും നിലനിൽക്കുന്നത്. കാലത്രയേ അഭിതിഷ്ഠതി ഇതി സത്യം എന്ന് നമ്മളവിടെ പഠിച്ചിരുന്നു. 3 കാലത്തും നശിക്കാത്തത്, നിലനിൽക്കുന്നതായ എന്തുണ്ടോ അത് പരമാത്മാവാകുന്നു. അതിനെ സത്യമെന്നാണ് വിളിക്കുന്നത് ശാസ്ത്രം. ആ വാക്ക് നിങ്ങൾക്ക് മനസ്സിലാകും എങ്ങനെ? സാധനകൾ നിഷ്ഠയോടെ തുടർന്നാൽ. അധ്യാരോപം അപവാദം എന്ന ശാസ്ത്ര സമ്പ്രദായ പദ്ധതിയിലൂടെ സാധന തുടർന്നാൽ അവർക്ക് മനസ്സിലാകും. പ്രാണാവൈ സത്യം തേഷാമേഷ സത്യം. ആ പരമാത്മാവ് സർവപ്രാണികൾക്കും പ്രാണനാകുന്നു, സത്യമാകുന്നു. ഇതിൽ കൂടുതൽ ഒരു സത്യം എനിക്ക് പറയാനില്ല എന്ന് പറഞ്ഞ് യാജ്ഞവൽക്യ മഹർഷി അവസാനിപ്പിക്കുകയാണ്. ഇതാ പ്രഥമകാണ്ഡം മധുകാണ്ഡം, ദ്വിതീയോധ്യായം ബ്രഹ്മവിദ്യാ പ്രകരണം, തൃതീയ ബ്രാഹ്മണം മൂർത്താമൂർത്ത ബ്രാഹ്മണം സമാപ്തം. ഓം നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യഃ. എന്തെങ്കിലും സംശയമുണ്ട്, 1, 2, 3 ബ്രാഹ്മണങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ട്, ദയവായി നിങ്ങൾ അറിയിക്കുക. നമുക്കത് ചർച്ച ചെയ്യാം. അതിനുശേഷം നാളെ ദ്വിതീയോധ്യായം ചതുർത്ഥ ബ്രാഹ്മണം ആരംഭിക്കാം. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ ഏറ്റവും എളുപ്പമാണ് കേട്ടോ. അതുകൊണ്ട് ദയവായി എല്ലാവരും സമയമുണ്ടാക്കി ഇത് പഠിക്കണം. ബൃഹദാരണ്യം പഠിച്ചോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ മൈത്രേയി അറിയാവുന്ന ചോദിക്കുകയുള്ളൂ. മൈത്രേയിയാണ് ഈ ബൃഹദാരണ്യ ഉപനിഷത്തിൻ്റെ 6 അധ്യായങ്ങളെയും താങ്ങി നിർത്തുന്ന ബ്രഹ്മവാദിനി മൈത്രേയിയാണ്. അപ്പോൾ നമ്മൾ ഓരോരുത്തരുമാണ് മൈത്രേയി, അല്ലെ മൈത്രേയൻ, എന്ത് വേണേലും പറഞ്ഞു. അപ്പോൾ നമ്മളായി മാറണം, മൈത്രേയി നമ്മളായി മാറണം. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഉപാസന ഉണ്ടാകണം. യാജ്ഞവൽക്യ മഹർഷിയുടെ പാദങ്ങളിൽ എപ്പോഴും ചോദിക്കണം, ഞാൻ അടുത്തതിലേക്ക് പൊക്കോട്ടെ. ആ ഒരു വിനയഭാവം നമ്മളിൽ ഉണ്ടാകണം, ഉപാസനയും ഉണ്ടാകണം. മഹാഗുരുവിൻ്റെ ശിഷ്യനെന്ന ഭാവവും ഉണ്ടാകണം. ഓം നമോ ബ്രഹ്മാദിഭ്യോ ബ്രഹ്മവിദ്യാ സമ്പ്രദായ കർത്തൃഭ്യോ വംശഋഷിഭ്യോ മഹദ്ഭ്യോ നമോ ഗുരുഭ്യഃ. സർവോപപ്ലവരഹിതഃ പ്രജ്ഞാനഘനഃ പ്രത്യഗർത്തോ ബ്രഹ്മൈവാഹമസ്മി. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ.
ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.